തീർച്ചയായും MS ഇത് അല്പസമയം മുൻപാണ് നമ്മളോട് പോർട്ട് ഓഫീസർ ഹരി അച്യുതമാര്യ നമ്മളോട് സംസാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ബേപ്പൂർ ഭാഗത്തേക്കും അല്ലെങ്കിൽ അഴീക്കൽ ഭാഗത്തേക്കുമല്ല ഈ പരിക്കേറ്റവരെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ 18 പേരെയും നിലവിൽ ഈ മംഗലാപുരം ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും മംഗലാപുരം ഭാഗത്തേക്കാണ്. മംഗലാപുരം ഭാഗത്തുള്ള തുറമുഖം വലിയ തുറമുഖമാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ കപ്പൽ ഈ മംഗലാപുരം ഭാഗത്തെ പോർട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ അടുപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മംഗലാപുരം ഭാഗത്തേക്ക് ഈ പരിക്കേറ്റ ആളുകളെ എത്തിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. നിലവിൽ സിംഗപ്പൂർ ഭാഗത്തേക്കെല്ലാം തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടാതെ നിലവിൽ ഈ കാണാതായിട്ടുള്ള 4 ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. അതോടൊപ്പം തീ ഇപ്പോഴും ആളിക്കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കപ്പലിനകത്ത് ഒരു ദ്രാവകമുണ്ട്. ഈ ദ്രാവകമാണ് നിലവിൽ ഈ തീപിടുത്തത്തിന് വലിയ രീതിയിലൊരു തീപിടുത്തത്തിന് കാരണമായത്. ഈ തീ അണയ്ക്കാനുള്ള എല്ലാ സാഹചര്യവും ഇല്ലാതാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ ഒരു തീപിടുത്തം അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദ്രാവകമാണ്. അതായത് വായുവിൽ നിന്ന് പോലും ഇത് വലിയ രീതിയിലേക്ക് ഒരു ിലേക്കാണ് പോകുന്നത്. അതെ, ബേപ്പൂർ തുറമുഖം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ പ്രവർത്തനങ്ങളും നടത്താൻ പൂർണ്ണമായിട്ടും സജ്ജമാണ് എന്നുള്ള നിലയ്ക്കാണ് ബേപ്പൂർ തുറമുഖ വൃത്തങ്ങൾ കൃത്യമായിട്ടും അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ അഭിന സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട അത്യന്തം അപകടകാരികളായിട്ടുള്ള ആ രാസവസ്തുക്കൾ വായുവുമായിട്ട് സമ്പർക്കമുണ്ടായാൽ തന്നെ കത്തിപ്പിടിക്കുന്ന രാസവസ്തുക്കളുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഘർഷണമുണ്ടായാൽ തന്നെ തീപിടിക്കുന്ന രാസവസ്തുക്കളെല്ലാം ഈ കപ്പലിലുണ്ട്. ഈ പറയുന്ന അത്യന്തം അപകടകാരികളായിട്ടുള്ള രാസവസ്തുക്കളെ ഉൾപ്പെടുന്ന കണ്ടെയ്നറുകൾ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ രാസവസ്തുക്കൾക്ക് മറ്റ് പല കാര്യങ്ങളും വളരെയധികം ഗുണപരമായി ചെയ്യാൻ കഴിയുന്ന രാസവസ്തുക്കളാണ്. മറ്റു പല വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രാസവസ്തുക്കളാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവയെ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകുന്നത്. ഇത്തരം കണ്ടെയ്നറുകൾ കൊണ്ടുപോകുമ്പോൾ അത്യധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടായിരിക്കും കൊണ്ടുപോവുക. ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം പല ഘട്ടങ്ങളിലൂടെയുള്ള സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടായിരിക്കും ചരക്ക് കപ്പലിൽ ഇവ കയറ്റുക. എന്ന് മാത്രമല്ല, കയറ്റി അവിടെ ഇറക്കി കൈമാറുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ട നടപടിക്രമങ്ങളുടെ വലിയ പട്ടികയുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും